എത്ര നാളായിടാ നമ്മ ഇത് എനിക്ക് ഇരുന്ന് ചായ കുടിച്ചിട്ട്. പിന്നെ ഇവന്റെ അച്ഛൻ്റെ കാലത്ത് നമ്മൾ ഇടുന്ന് ചായ കുടിക്കുന്നല്ലേ, നമ്മൾ സ്ഥിരം കുറ്റിയല്ല അല്ലേ? അതെ. ഇതാ ചായ, അച്ഛൻ്റെ ചായനെക്കാട്ടി സൂപ്പർ ചെയ്യാൻ കുടിച്ചു നോക്ക്. കുടിച്ചു നോക്കിട്ട് പറയാപ്പാ. അത് നമ്മൾ അജിയാട്ടനല്ലേ? ഏത്? എങ്ങനെയായിരുന്നു മനുഷ്യന്ന് അവർക്കെന്നാ പറ്റിയത്? അതേടാ, നീ ഒന്നും അറിയില്ല. ഒരുപാട് പ്രശ്നം അജയനുണ്ടായിന്. അച്ഛാ, ഇന്നെങ്കിലും കേക്ക് മുറിക്കണം അച്ഛാ. കഴിഞ്ഞ പിറന്നാളിന് എന്നെ പറ്റിച്ചിനി, അതേപോലെ പറ്റിക്കണ്ട. അച്ഛാ ഒന്ന് പറയാ അച്ഛാ. എന്റെ പൊന്നച്ഛനല്ലേ, ഒന്ന് വാങ്ങിത്താ അച്ഛാ. അച്ഛൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല മോളെ. മോള് വലിയ കുഞ്ഞായില്ലേ, ഇനി എന്തിനാ കേക്ക്? അതിൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കൊടുത്തൂടെ? അമ്മയില്ലാതെ കുഞ്ഞല്ലേ അത്? വെള്ളം കുടിക്കാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ കേക്ക് മുറിച്ചിനി എന്നെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു, പ്രാന്തായിരുന്നു. ഓ, കേക്ക് മുറി കണ്ട മുതൽ. നാൽപ്പത് കൊണ്ട കേക്ക് മുറിക്കണ്ട്. ഇവിടത്തേക്കാണ് നരകത്തിൽ പരീക്ഷയൊക്കെ പഠിക്കാനില്ല ഇപ്പം. ഏടിയാണ് ഇത് കൊണ്ടുവെച്ച് നീ മാലക്കെട്ട്. എന്നൊരു ഗിരീശ നീ തപ്പുന്നേ? എടാ ഇന്നലെ അടിച്ചൊരു സാധനം ഉണ്ട് റേഡിയോ. അതൊന്നും ഈടെ പരിചയം കിട്ടൂല ഗിരീശ. ഇതാ സാധനം കഴിച്ചുകൊണ്ട് അതെടുത്ത് വെച്ചിനാ. ഇപ്പൊ ഗ്ലാസ് രഞ്ജനെത്തിയിട്ടടാ. എത്തി. ഓ നമ്മയാട്ടാ വൈകനെങ്കിൽ ഓനിപ്പോ ഇവിടെ നിൽക്കാനിരിക്കാനും വിടൂല. ഓൻ പുതിയ എന്തോ സാധനം കൊണ്ടുവരാൻ പറഞ്ഞില്ല. നീ രണ്ടര കട്ട കൊയിച്ചടാ, കയ്യും കാലും പറിച്ചിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലടാ. നിനക്ക് വെള്ളവും വേണ്ടേ? മെമ്പറാ? എന്താ മെമ്പറാ? അജയാ, എന്താ രാവിലെ തന്നെ എന്താ പറ്റി? നിന്റെ ചങ്ങായിമാരെ പറ്റി ഭയങ്കര പരാതി ഉണ്ടല്ലോ. ആ കൃഷ്ണേട്ടന്റെ പൂട്ടിയിട്ട വീട്ടില് എപ്പോഴും വെള്ളം കുടിയും ഒച്ചപ്പാടും കുഴപ്പമുണ്ടാക്കലും. ആ ബൈക്ക് ആർക്കും പോവാൻ പറ്റുന്നില്ലേലു. ആ പരാതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാക്കാം. നീ പറഞ്ഞാലേ അവര് കേക്കൂലു. ദാ വെറുതെ പോലീസ് കേസിനൊന്നും നിക്കണ്ടാന്ന് പറഞ്ഞായിട്ടോട്. കേസിനൊന്നും പോണ്ടപ്പാ. പിന്നെ നാട്ടുകാർക്ക് ജീവിക്കണ്ടാടാ. അത് ഞാൻ പറഞ്ഞു ശരിയാക്കാം. കേസിന്റെ ബൈക്ക് പോകും. ഞാൻ പറഞ്ഞ പോരെ? ശരിയാക്കിയാലും അവർക്ക് നല്ലത്. ഞാൻ പറയാനില്ലെന്ന് പറഞ്ഞു. ഓക്കെ. ചേട്ടാ എന്ത് പണിയാന്ന് നേരത്തെ തുടങ്ങിയതല്ലോ, ഒന്ന് കാത്തിക്കല്ലേ. നീയല്ലേ എന്തോ പുതിയ സാധനം കൊണ്ടുവരുന്ന പറഞ്ഞു. നീ കൊണ്ടതിനാ? അതെല്ലാം ഉണ്ടാ. എന്നാ ഈ തപ്പുന്ന് തിരക്കാക്കല്ല. മുട്ടായിയാ? ഇതൊന്നും
ഇതൊന്നും കഴിച്ചാണ്ടല്ല ഇതിലും പറ പറക്കും. എടാ ഇത് നമ്മുടെ നാട്ടുകാരഞ്ഞൊക്കെയല്ലേ? പോവാൻ പറയുന്നോട് നാട്ടുകാർ. എനിക്കത് പറയാം. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ പാമ്പ് കയറിയിനി. 2 ദിവസം നാട്ടുകാർ പറഞ്ഞിനി ഗിരീശൻ്റെ വീട്ടിൽ പാമ്പ് കയറിയെന്ന്. പിന്നെ പറയുന്നു ഗിരീശിന് ഏതോ വീട്ടിൽ കയറിയെന്ന്. അതാണ് നമ്മുടെ നാട്ടുകാർ. ആ മതി മതി, ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. രാവിലെ തുടങ്ങിയാ വന്നു ശാപം. ഒരൊറ്റ ഒരുത്തനും വാൻസാലിലേക്ക് വിളിച്ചാൽ വരണ്ട. എന്ത് നാടിയത്, രാവിലെ അടി തന്നെയല്ലേ? അത് മാറ്റി. കഷ്ടം കാര്യം നിങ്ങളല്ലോ. ഒന്ന് പോടാ. ഈൻ്റെ ഒന്നൊരു സുഖം നിനക്കറിയില്ല. നിനക്കിതൊന്നും വേണ്ടല്ല. എന്നിട്ടിത് മയക്കം വരുന്ന നായിൻ്റെ മക്കളെ ഒരൊറ്റ ഒരുത്തന്നെ പുറലോം കാണൂല. നോക്കല്ല നമുക്ക്. പോലീസുകാരനാ നീ നിന്റെ ഈ രഞ്ജനെ പിടിക്കാൻ ഏത് പോലീസുകാരനാടാ? നിനക്കിന്റെ പണി വരുന്നുണ്ട് കണ്ടോ? ഒന്നും വേടാ ഒഴിവാക്കടാ. പക്ഷേ നമ്മളെ മക്കൾ ഓർത്തിട്ടെങ്കിലും ഇനി ജീവിതത്തിൽ ഈ വിഷം നമ്മ കൈയോട് തൊടുകട. ഒഴിവാക്കിട. എടാ നിന്റെ ഒന്ന് കള്ളക്കണ്ണീരടിച്ചല്ല, നിന്റെ ഒന്നും മക്കളെ മുഖം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാത്രം ഇനിയാ പറ്റും നിങ്ങിത് കൈനെ കൊണ്ട് തൊട്ടിനെങ്കിൽ ബാക്കി നമുക്ക് അന്നേരം കാണാം. അജ്ജ അതെല്ലാം പോട്ടറ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വാ. നീ അതെല്ലാം വിട്ടെ. പിന്നെ നമ്മൾ 3 ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കുന്നുണ്ട് നാളെ. എന്നിട്ട് കുടിയെല്ലാം നിർത്താം. പിന്നെ അനിയൻ വന്നിട്ടുണ്ട്. കുറേ ദിവസമായി വന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല. വരുമ്പോൾ കുറച്ച് മുട്ടായി ഇതെല്ലാം കൊണ്ടുവന്ന് നീ ഏതായാലും നീ ഇത് തിന്ന്. എന്നാ വേണ്ട മുട്ടായി എന്നുള്ള സമയം തന്നെ ഇപ്പം. നീ ഇത് തിന്നപ്പാ. ഇത് കാണുന്നില്ല? ഇത് കാണുന്നല്ലുണ്ട്. എന്നാലും നീ തിന്ന് മുട്ടായി. മുട്ടായി രഞ്ജന്റെ മോളല്ലേ വരുന്നത്? കൊടുത്തു. അതറ ഓളി കോളത്തിരിപ്പ് ഇവനെ കാണണ്ട. ഇവനെടുക്ക് മാറ്റി. ആ വേഗം വേഗം വേഗം. പിന്നീട് എത്തണേ എത്തണേ. മതി ആ മതി. അതാ കാലെണ്ണ കാലെണ്ണ കാലുകുത്ത്. മതി മതി വേണ്ട. കാലുകുത്ത് കാലുകുത്ത് കാലുകുത്ത്. ബാ ബാ ബാ. അജയ മാമ, ആ മോളെ എല്ലാരും ഉണ്ടല്ലോ. അച്ഛൻ വന്നിട്ടേ? അച്ഛനപ്പുറം പോയിട്ടുണ്ട് മോളെ. ഇപ്പം വരും. ഗിരീഷ മാമൻ നല്ല മോഡേൺ ആയിട്ടുണ്ടല്ലോ. നിന്റെ അച്ഛനല്ലേ എന്നെ ഈ കോലത്തിലാക്കി. നീ അജയ മാമ, അച്ഛനോട് ഇന്നെങ്കിലും വീട്ടിൽ നിന്ന് ചോറേക്കാൻ പറയണം. ഇന്നെന്റെ പിറന്നാളാ. മോള് പോയിക്കോ. അച്ഛൻ വന്നിട്ടാകുമ്പം മാമൻ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരേ. ആ മോളെ അടക്ക്. പിറന്നാളായിരിക്കും മാമന്റെ ഒരു സമ്മാനം മുട്ടായി. അത് കൊടുക്കണ്ട. അത് കൊടുക്കണ്ട. എടാ പിള്ളേരുള്ള മുട്ടായി വേണ്ട ഗിരീഷ. കൊടുക്കണ്ട. കൊടുക്കണ്ട. എന്നാ ചെറിയ പുതിയല്ലേ. പിറന്നാളുകാരിക്കും മാമന്റെ കൊടുക്കണ്ട. ഒന്ന് മാമന് നിന്നേ. നീ ആ കുഞ്ഞിക്ക് മുട്ടായി കൊടുത്ത ശരിയായിട്ടാ. പിന്നെ പിള്ളേർക്കല്ലേ മുട്ടായി കൊടുക്കണ്ടേ. എടാ എന്റെ തല കറങ്ങുന്ന പോലെടാ. എടാ വിനോദന്റെ പിടിച്ച എന്റെ അമ്മ.
എടാ വിനു, എടാ ഒന്ന് കൂട്ടിട്ട് പോടാ. എടാ തല കറങ്ങുന്നറ. മിണ്ടാണ്ട് പോയാ പോരെ, ഓന്റെ ഒരു പോലീസും പട്ടാളും. ഇനി പട്ടിയുടെ ഒരാളും കൂടി ആയല്ല. വിനു, രഞ്ജ, വിനു, രഞ്ജ, ഗിരീശ, വെക്കണോ? വിനു, നമ്മളെ രഞ്ജന്റെ മോള് പോയടാ. അജയ, രഞ്ജന്റെ മോള് പോയടാ. ഒന്ന് എണീക്കടാ. രഞ്ജ, നമ്മളെ മോള് പോയടാ. രഞ്ജ എണീക്കടാ. നമ്മളെ മോള് പോയടാ. നമ്മളെ മോള് പോയടാ. രഞ്ജ എണീക്കടാ. ഗിരീശ, വിനു, എന്റെ മോക്കൊന്ന് പറ്റിയടാ. എന്റെ മോക്കൊന്നര പറ്റീനി. എന്റെ മോക്കൊന്നര പറ്റി. എന്റെ മോക്ക് പറ്റിയടാ. അച്ചാച്ചാ, എനക്കിന്ന് എന്തായാലും അച്ഛൻ്റെ ഒപ്പം ചോറേക്കണം. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരേ. ഇനി ആരും വരാനില്ലെങ്കിൽ എടുക്കാനായിക്കൂടെ? ആ എന്റെ മോളെ എന്റെ മോളെ ഹലോ. ആ ഓക്കെ സാർ, അറസ്റ്റ് ഉടനെ ഉണ്ടാവും. നമ്മളെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. അടക്ക് കഴിയുന്നവരെ സമയം ചോദിച്ചിട്ടുണ്ട്. ഉടനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഓക്കെ. എന്റെ മോളെ, എന്റെ പൊന്നു മോളെ, മോളെ എന്തിനാ മാമ എന്നെ കൊന്നത്? എന്നെ എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടാക്കുക. എനിക്കിവിടെ പേടിയാവും. ഇവിടെ മൊത്തം ഇരുട്ടാണ്. എന്നെ ഒന്ന് രക്ഷിക്കും മാമ. ഞാനല്ല മോളെ.